ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കറിവേപ്പില ആയാലും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുത്താൽ മതിയാക്കും. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഉള്ളി വേണമെങ്കിലും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിയുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ദോശ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടാകും. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കട്ട കെട്ടിപ്പോകും. അപ്പോൾ എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് നോക്കിയിട്ട് കുറച്ചായിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ഇതേ രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ലൂസായി പോകാനോ ഒത്തിരി ടൈറ്റായി പോകാനോ പാടില്ല. നമ്മൾ കോരി എടുക്കുന്ന സമയം ഇതേ പാകത്തിലായിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി പാന് ചൂടായി പോയി കഴിഞ്ഞാൽ ദോശ കരിഞ്ഞു പോകും. അതുപോലെ ഇതേ രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റില്ല. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ തടവി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത്ര ടൈമൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ ദോശ റെഡി ആയിട്ട് കിട്ടുക. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ദോശയുടെ കൂടെ നമുക്ക് സാമ്പാർ ആയിക്കഴിഞ്ഞാലും മീൻകറിയൊക്കെ ആയിക്കഴിഞ്ഞാലും ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. ഈ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്കിവിടെ 7-8 ദോശ വരെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നേരിയ രീതിയിലായിട്ടാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്